ഇത് ആസിമിൻ്റെ മാത്രം കഥയല്ല, ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കൂടിയാണ്. ആസിമിനെ പോലെ കുഞ്ഞുങ്ങളുള്ള ഓരോ മാതാപിതാക്കളും ആസിമിൻ്റെ പിതാവും മാതാവും എങ്ങനെയാണ് ആസിമിനെ പരിപാലിക്കുന്നതും ആസിമിനെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ തോറ്റുപോകുന്ന ഒരു അവസരത്തിൽ നമുക്ക് പ്രചോദനമാകേണ്ട ജീവിതമാണ് ആസിമിൻ്റേത്. ആസിമിൻ്റെ ജീവിതം ആസിമിനെ പോലെയുള്ളവർക്കും ആസിമിനെ പോലെ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 180 മീഡിയ ആസിമിൻ്റെ ജീവിതം നിങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് പെരിയാറിന്റെ പോരാളി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ആസിമിന്റെ പിതാവാണ്. വാപ്പ പേരൊന്ന് പറയാമോ? മുഹമ്മദ് ഷഹീദ്. ആസിം വളരെ മിടുക്കനായ ഒരു പയ്യനാണ്. അവരൊരു കൊച്ചു പയ്യനാണെങ്കിൽ കൂടി അവന്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെ പക്വതയാർന്ന ഒരു വ്യക്തിയുടെ പോലെയാണ് തോന്നുന്നത്. മകൻ മോട്ടിവേഷൻ സ്പീക്കിംഗ് നൽകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ആസിമിന്റെ പിതാവ് എന്ന നിലയിൽ വാപ്പയ്ക്ക് എന്താണ് തോന്നുന്നത്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അവൻ്റെ ജനനം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പം അന്ന് 4-ാം മാസത്തിലാണ് ഡോക്ടർമാർ പറഞ്ഞത് ഈ കുഞ്ഞ് ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല, ഞാൻ അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ അള്ളാഹു സൃഷ്ടാവ് തരുന്നത് സ്വീകരിക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ പിന്നീട് പ്രസവിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നും അയാൾ പറഞ്ഞൊരു വാക്ക് ഇതാണ്, ഈ കുട്ടീനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവില്ല, എനിക്ക് ഒരു തലവേദന ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ അവനെ വളർത്തുക, അവനെ എത്രത്തോളം നമുക്ക് കഴിയും ആ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ പിന്നീട് നടന്നതൊക്കെ എന്താ പറയുക, ചരിത്രങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മേഖലകളിലേക്ക് ആ മകനിലൂടെ നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ അതൊക്കെ വലിയ വലിയ സന്തോഷങ്ങളാണ്. പെരിയാറിന്റെ പോരാളി എന്നാണല്ലോ ആസിം അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നേട്ടങ്ങളൊക്കെ കൈവരിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് കൂടെ നിൽക്കാൻ പ്രചോദനമായതും ആസിമിനോടൊപ്പം ആയിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ അവനെ ആ ഒരു ഭിന്നശേഷി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മറ്റു കുട്ടികളെ പോലെ തന്നെയാണ് അവനെ അന്നും ഇന്നും കണ്ടിട്ടുള്ളത്. അതായത് പ്രത്യേക ഒരു കെയർ കൊടുക്കുക. സാധാരണ നമ്മൾ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മൾ പെരുമാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ അവൻ്റെ അഭിരുചികൾ, അവൻ്റെ താല്പര്യങ്ങൾ അതിനൊന്നും നമ്മൾ എതിര് നിൽക്കാറില്ല. അപ്പം അങ്ങനെയാണ് അവനിൽ പിന്നെ ഇങ്ങനെ നീന്തണം എന്നുള്ളൊരു ആഗ്രഹം അവൻ പറയുന്നത്. അപ്പോൾ അത് പറയാൻ കാരണം ആലുവ പെരിയാറിലെ ഒരുപാട് ആളുകളെ സൗജന്യമായിട്ട് നീന്തൽ പഠിക്കുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആസിമിൻ്റെ ഗുരു സജീവ് വളശ്ശേരി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ വന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആസിമിനെ എനിക്ക് തരണം, ഞാൻ അവനെ നീന്തൽ പഠിപ്പിക്കും. അപ്പോൾ അവൻ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നീന്തൽ പഠിക്കാനുള്ള പ്രചോദനമാണ്. കേരളത്തിൽ ദിവസം 4 പേര് വെച്ച് മുങ്ങി മരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ആരും മുങ്ങി മരിക്കരുത് എന്നൊരു വലിയ സന്ദേശം എനിക്ക് ആസിമിലൂടെ നൽകാനാവും. അപ്പോഴും നമ്മൾ ആലുവ പെരിയാർ പോലത്തെ വലിയ പുഴയിലൊന്നും നീന്തുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ കൊല്ലങ്ങൾ നീണ്ടുപോയി. പക്ഷേ ആ മനുഷ്യൻ നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കൊല്ലങ്ങൾ അങ്ങനെ 2018 വന്ന് അത് 2022 4 വർഷം വരെ ആസിമിന് വേണ്ടി അയാൾ തപസ്സിരുന്നു. ഓരോന്നിനൊരു സമയമുണ്ടല്ലോ. കാരണം ഞാൻ ജോലിയിലാണ്. അപ്പോൾ ആലുവ ഒത്തിരി ദൂരമാണ്. അപ്പോൾ നമ്മളവിടെ പോയി നിൽക്കണം. അപ്പോൾ ജോലി ഇതൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളാണല്ലോ, ലീവൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ 22 ജോലി റിസൈൻ ചെയ്തു. കാരണം എൻ്റെ ഒപ്പം പിന്നെ SSLC എഴുതിപ്പിക്കണം, പിന്നെ കൂടെ ഒരാൾ വേണം. അപ്പോൾ രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് തോന്നി സജി സാറിൻ്റെ ആ ക്ഷണം സ്വീകരിക്കാൻ പറ്റിയൊരു സമയമാണ്. അങ്ങനെയാണ് സജി സാറെ വീട്ടിൽ പോകുന്നതും. സജി സാറെ വീട്ടിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു പ്രെയർ ഹാളൊക്കെ സജ്ജീകരിക്കുകയും ഒരു വീട്ടുകാരെ പോലെ, ഒരു ഗുരുകുല സമ്പ്രദായം പോലെ ഒരു ഫീസും പോലെ ഞങ്ങൾ ഭക്ഷണം തന്ന് ഞങ്ങൾ 2 പേരെ അവിടെ താമസിപ്പിച്ച്, അങ്ങനെ ഒന്നും ആരും ചെയ്യില്ല. അപ്പോൾ ആ വലിയ മനുഷ്യൻ്റെ ആ ഒരു മഹാമനസ്കത, അങ്ങനെ ആ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരാഴ്ച നിന്നു.
അല്ല 2 ആഴ്ച, ഒരാഴ്ച കൊണ്ട് പഠിച്ചു. 2ാമത്തെ ആഴ്ചയിൽ ആ ചരിത്രം, അതായത് ആലുവ പെരിയാർ അദ്വൈതാശ്രമം കടവ് മുതൽ ആലുവ റെയിൽവേ പാലം ചുറ്റി മണപ്പുറം ശിവരാത്രി ക്ഷേത്രം വരെ 1 മണിക്കൂർ 1 മിനിറ്റ് നീന്തി. അപ്പോൾ അവർ ലോകത്തിന് നൽകിയ സന്ദേശം എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ആരും മുങ്ങി മരിക്കരുത്, എനിക്ക് പറ്റുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ. അത് ഇന്ന് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആസിം പാരാ സ്വിമ്മിങ്ങിൽ കേരളത്തിന് വേണ്ടി കേരളത്തിൽ മത്സരിച്ചു, 3 മെഡലുകൾ നേടി സ്റ്റേറ്റിൽ. പിന്നെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് നാഷണൽ പാരാ ഒളിമ്പിക്സിൽ മധ്യപ്രദേശിലെ ഗോളിയോറിൽ അടുത്ത് നടന്ന ഇതിൽ പങ്കെടുത്തു. അതിലും 3 ഗോൾഡ് മെഡൽ ആസിം നേടി. ഇനി ആസിമിന് ഇൻ്റർനാഷണൽ ലെവലിൽ പോകാനുള്ള യോഗ്യത ഉണ്ട്. അപ്പോൾ അടുത്തത് ഇനി വരാനുള്ളത് പാരീസ് ഒളിമ്പിക്സിലെ പാരാലിമ്പിക്സാണ്. അപ്പോൾ അതിന് ഒരുപാട് സാങ്കേതികത്വങ്ങളുണ്ട്. അത് നീങ്ങിയാൽ ഒരു ഒളിമ്പ്യനായിട്ട് പാരീസ് ഒളിമ്പിക്സിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ആസിമിനെ നമുക്ക് കാണാം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥനകളാണ്. ഏത് പ്രായം മുതൽ ആസിം നീന്തലിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചത്? അല്ല, ചെറുപ്പത്തിലെ അവന് അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോയുണ്ടല്ലോ വീടിന്. അപ്പോൾ വീട്ടുകാരൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ പോലും, പിന്നെ ഇടയ്ക്കൊന്ന് 2 വട്ടം പോയാൽ ചാടി, അത്ര വെള്ളമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അവൻ പറയാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാനൊക്കെ ജോലി സ്ഥലത്ത് അവൾ ഉണ്ടാവില്ലേ. അപ്പോൾ അന്നേയുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ അത് ഇത്രത്തോളം പിന്നെ ഒരു ആലുവ പെരിയാറൊക്കെ നീന്തി കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാം. കാരണം ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തി അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവന് കുറച്ച് നീന്താൻ അവൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം നീന്തി കിടക്കാൻ സാധിച്ചു. അവൻ്റെ ആ വലിയൊരു ആഗ്രഹം, ചെറുപ്പത്തിലേയുള്ള ആഗ്രഹം, അത് സാധ്യമായി. മകന് വേണ്ടി നാട്ടിൽ വരികയും മകനോടൊപ്പം കൂടുതൽ സമയമായിരിക്കുകയും അതിനുവേണ്ടി ജോലി ഉപേക്ഷിച്ച് നാട്ടിലൊക്കെ വരികയും ചെയ്തപ്പോൾ ഒരു പിതാവിന്റെ മുഴുവൻ സപ്പോർട്ടും ആസിമിന് ലഭിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആസിമിന്റെ ഉമ്മ എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടായി? എന്ന് പറഞ്ഞാൽ എനിക്ക് 7 മക്കളാണുള്ളത്. അപ്പോൾ ആസിമിനെ മാത്രം അവർക്ക് ശ്രദ്ധിച്ചാൽ ചെറിയ കുട്ടികളുള്ളതല്ലേ. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവർ കെയർ ചെയ്യണം. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവനെ കെയർ ചെയ്താൽ മതി. കാരണം അവനെപ്പോഴും ഒരാൾ വേണം. കാരണം യാത്രകൾ സംഭവം അവന് നമുക്ക് ഹെൽപ്പ് ഒന്നും വേണ്ടെങ്കിലും ഒരു കൂടെ, കാരണം എവിടെ പോകുമ്പോഴും ഇതാകുമ്പോഴും ഒരു ആൾ വേണമല്ലോ. അത്രയേ ഉള്ളൂ. നമുക്കൊരു റിസ്ക് ഒന്നുമില്ല അവിടെ കൂടെ, പക്ഷെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ഇത്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഭാര്യയ്ക്ക് അതിൽ, പിന്നെ വീട്ടിലുള്ളപ്പോൾ ഭാര്യ ശുശ്രൂഷിക്കും, പുറത്തു പോകുമ്പോൾ ഞാനത് ഏറ്റെടുക്കും. ആസിമിന് 6 സഹോദരങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും എങ്ങനെയാണ് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ആസിമിനെ പരിചരിക്കുന്നതും കൂടെ ആയിരിക്കുന്നതും, അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് എങ്ങനെയാണ് ആസിം ഒരു പ്രചോദനമാകുന്നത്? അല്ല, അവരിതൊക്കെ കാണുകയാണല്ലോ. പിന്നെ അവർ കുട്ടികളാണല്ലോ, കുട്ടികൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതൊന്നും അറിയില്ലല്ലോ. പക്ഷെ അവരും ചിലപ്പോൾ അവരോടൊക്കെ പിന്നെ ഈ എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആസിം വെളിമണ്ണല്ലേ, ആസിം വെളിമണ്ണനല്ല, ആസിം വെളിമണ്ണൻ്റെ വീട്ടിലുള്ളതാണ്. അങ്ങനെയൊക്കെ അപ്പോൾ അവരും ആസിം വെളിമണ്ണ എന്നുള്ളത് എന്തൊക്കെയാണ് എന്നുള്ള അത്രയല്ല അവർക്ക് അറിയുള്ളൂ. ആസിം നന്നായിട്ട് നീന്തുക മാത്രമല്ല, മറ്റൊരുപാട് കഴിവുകളുള്ള ഒരു കുട്ടി തന്നെയാണ് ആസിം. സ്കൂളില് അധ്യാപകരുടെ അടുത്തൊക്കെ ആസിം എങ്ങനെയാണ്? അല്ല, അവന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കൂള് 1, 2 അവൻ പോയിട്ടില്ല. പിന്നെ 3 സ്കൂളിൽ പോയത്. സത്യം പറഞ്ഞാൽ സ്കൂൾ ജീവിതമാണ് അവൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവ്. കാരണം സ്കൂളിൽ പോയപ്പോഴാണ് അവന് മനസ്സിലായത് 4 ചുമരല്ല എൻ്റെ ലോകം, അതിലും വലിയൊരു ലോകം പുറത്തുണ്ട്. അപ്പം മറ്റു കുട്ടികൾ എന്തൊക്കെ ചെയ്യും അതുപോലൊക്കെ ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ഇത് അവനിൽ വന്നത് സ്കൂളിൽ. പിന്നെ ആ സ്കൂൾ 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 4 കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കാലുകൊണ്ട് കത്തെഴുതി അത് UP സ്കൂളാക്കി ഉയർത്തി, പ്രത്യേക കേസായിട്ട്. അപ്പോൾ ഈ അവസരത്തിൽ പിന്നെ നമ്മളിൽ നിന്ന് വിട്ടു വിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറിനെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്.
അങ്ങനെ 7 വരെ പഠിച്ചു. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ദൂരെ പോകുന്നുള്ള പ്രശ്നം വന്നു. അങ്ങനെ പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ അത് ഹൈസ്കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി അങ്ങനെ 4 കൊല്ലം സ്കൂളിൽ പോകാൻ പറ്റാതെ ഞാൻ ജോലിയും ഒക്കെ ഉള്ള അവസ്ഥയായിരുന്നു. ഒരാൾ കൂടെ വേണം, ദൂരെ പോകണം, 5, 10, 11 കിലോമീറ്റർ. പിന്നെ അങ്ങനെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് അപ്പോൾ പിന്നെ അപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചർമാരും ഇതൊക്കെ എല്ലാ നിലക്കും അവനെ സപ്പോർട്ട് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത SSLC കൊല്ലം അവന് പരീക്ഷ എഴുതി. അപ്പോൾ ബേസിക്കായിട്ടൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പരിപാടികളുണ്ടാവും. അപ്പോൾ ഫസ്റ്റിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവന് ലാസ്റ്റ് സമയങ്ങളിലൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. കാരണം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് പിന്നെ ലാസ്റ്റ് സമയങ്ങളിൽ ടീച്ചർമാരെ വിളിച്ചിട്ട് ടീച്ചറെടുത്ത് വരണം, ക്ലാസ് എടുത്ത് വരുമോ. അപ്പം അങ്ങനെ പറഞ്ഞ് ടീച്ചർമാരുള്ള സ്ഥലത്തേക്ക് അവരുടെ വീടുകളിലേക്കൊക്കെ പോയി. അപ്പം അവരും തയ്യാറാണ്. അപ്പം അങ്ങനെ ആ ഒരു ലാസ്റ്റ് സമയം എടുത്ത ആ ഒരു എഫർട്ടാണ് അവന് നല്ലൊരു മാർക്ക് നേടാൻ കഴിഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ട്രെയിനിലൊക്കെ പണ്ട് ഡിസേബിൾഡ് എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നായി. അപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഇത്തരം ആൾക്കാരിലുള്ള ആ ഒരു അവരെ വിവരിക്കുന്നതിൽ പോലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ അത് ഒരു പരിധി വരെ മാറ്റങ്ങൾ വരാണ്ട് തന്നെ നിലനിൽക്കുകയാണ്. ആസിമിൻ്റെ ഈ ഒരു ജീവിതത്തിൽ വാപ്പ ഒരുപാട് സമയം, മുഴുവൻ സമയം തന്നെ കൂടെ നിൽക്കുമ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള ഒരു അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതിപ്പോൾ പിന്നെ സമൂഹത്തിൻ്റെ ആ ഒരു ഇത് പല രീതിയിലാണല്ലോ. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കാരണം ഇത്തരം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും പലരും പിന്നെ ഇതിലൊക്കെ ഉള്ളൊരു പിന്നെ ഒരു നെഗറ്റീവ് ഞാൻ കാണുന്നത്, ഇത്തരം കുട്ടികളുടെ പിന്നെ അവരെ നമ്മൾ ഒരു പൊതു പരിപാടിയിലേക്കോ അല്ല മറ്റുള്ളതിലേക്കോ കൊണ്ടുപോകുമ്പോൾ ആളുകളുടെ മെൻറ്റാലിറ്റി വരുന്നത് നമ്മളവരെ പ്രദർശിപ്പിക്കുകയാണ്. അവരെ അത് വെച്ച് നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മളെ മറ്റു കുട്ടികളെ പോലെ അവർക്ക് കുറവ്, അത് അവരെ കുഴപ്പമില്ലല്ലോ, ദൈവം കൊടുത്തു. പക്ഷെ അവരിൽ പല കഴിവുകളുണ്ട്. അപ്പൊ അവര് പറയുന്നത് അതാണ്, ഞങ്ങൾക്ക് സഹതാപമല്ല വേണ്ടത്, ഞങ്ങളെ ചേർത്ത് പിടിക്കുക. അപ്പൊ ഈ ഒരു മെൻറ്റാലിറ്റി, അതായത് ഇപ്പോഴും ചില ആളുകൾ, പലരുടെ അല്ല, ചില ആളുകളുടെ ഇടയിൽ ഇത്തരം കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ പ്രദർശന വസ്തുക്കളാക്കുകയാണെന്ന് പോലും ചിന്തിക്കുന്ന, പക്ഷെ അവരുടെ മക്കളിൽ ഇപ്പം നമ്മളെ മക്കളെ നമ്മൾ ഏതെല്ലാം രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കില്ലേ? അതല്ല നമ്മൾ വേണ്ട, അത് കുറവുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്തില്ല. അപ്പം അങ്ങനെ ഇതിങ്ങനെ സുഖമില്ലാത്ത കുട്ടിയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമീപനം അങ്ങനെ ആയിരുന്നല്ലോ. ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ഇടും. കാരണം അവർക്ക് കൊണ്ടുപോയ സമൂഹത്തിന്റെ തുറച്ചു നോക്കലുകളും ഇതൊക്കെ ഇന്നതൊക്കെ മാറി. പക്ഷെ അപ്പോഴും ഇപ്പോഴും ആ ഒരു മെന്റാലിറ്റി, അതായത് ഇത്തരം കുട്ടികളെ അവർ ഏതെങ്കിലും മേഖലയിലേക്ക് വരുമ്പോൾ അത് അവരുടെ രക്ഷിതാക്കൾ അവരെന്ത് ചെയ്യാണ്, പിന്നെ ഒരു കാഴ്ച വസ്തുവൊക്കെയാണ്, ആ പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണ്, അവരെ മുതലെടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ആളുകളുടെ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? അങ്ങനെ ഇരുന്നെങ്കിൽ ആസിം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിലേക്ക്. പക്ഷെ പലരും അങ്ങനെ ചിന്തിച്ച് പലരും പിന്നീട് ആസിം പെരിയാറൊക്കെ നീന്തി കടന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളില് ഒരു ടാലന്റ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റതൊക്കെ നമുക്ക് അവനെ വെച്ചിട്ട് നമുക്ക് പറയാം. പക്ഷെ ആ പെരിയാർ നീന്തണമെങ്കിൽ അത് അവൻ തന്നെ മെനക്കെടണ്ടേ? അപ്പൊ ആ ഒരു മെന്റാലിറ്റി ശരിക്കും പറഞ്ഞാൽ പെരിയാർ നീന്തിയതിനു ശേഷമാണ് ആളുകൾക്ക് മനസ്സിലാവും അവരിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ആളുകൾ കൂടുതൽ അവനെ മറ്റേതൊക്കെ ആ ഒരു വലിയതല്ല പല ആളുകളും ആ ഒരു മെന്റാലിറ്റി സമൂഹം മാറ്റണം. നമുക്ക് നമ്മളെ മക്കള് അത് ഇപ്പൊ നമ്മളും നാളെ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തോ സംഭവിച്ചു നമുക്കും നാളെ അവസ്ഥ വരാം. അങ്ങനെ എത്രയോ കേസുകളില്ലേ? നമുക്കൊന്നും നാളെ നമ്മളെ കയ്യിലല്ലല്ലോ. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ അടങ്ങിയിരിക്കണം എന്നുള്ളതല്ലല്ലോ. എല്ലാവരും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും അവർക്ക് ദൈവം കൊടുത്ത കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമാണ്. അതിന് നമ്മൾ കൂടെ നിൽക്കുക, അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ.
ഒരുപാട് പേർക്ക് പ്രചോദനമായ, ഒത്തിരി പേർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു ജീവിതത്തിന് ഉടമയാണ് നമ്മളോട് കൂടെ ഇന്നായിരിക്കുന്നത്. പെരിയാറിന്റെ പോരാളി എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ വെളിമണ്ണയുടെ സ്വന്തം മുഹമ്മദ് ആസിമാണ് നമ്മളോട് കൂടെ ഇന്ന് 180 മീഡിയയിൽ ചേരുന്നത്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. എന്തൊക്കെയാണ് ആസ്മിന്റെ പുതിയ വിശേഷങ്ങൾ? പഠനം, അതുപോലെ തന്നെ അടുത്ത സ്കൂൾ ജീവിതം. പുതിയ വിശേഷം എന്ന് പറയുന്നത് ഞാൻ SSLC കഴിഞ്ഞു. 5A+ കൂടി പരീക്ഷയ്ക്കൊന്നു 5A+ ഉണ്ട്. ഇനി അങ്ങോട്ട് +1 നോക്കണം. +1 +2 ഏത് ഗ്രൂപ്പ് എടുക്കാനാണ് ആസിം ആഗ്രഹിക്കുന്നത്? ഞാൻ +1 +2 എനിക്ക് സൈക്കോളജി മേഖലയിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കണം ആഗ്രഹം. എന്തുകൊണ്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത്? എനിക്ക് മോട്ടിവേഷൻ സ്പീച്ച് എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ആദ്യം എനിക്ക് എൻജിനീയർ ആവണമെന്നായിരുന്നു താല്പര്യം. പിന്നെ മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ താല്പര്യം വന്നപ്പം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത സമയത്ത് സൈക്കോളജിസ്റ്റ് ആയാൽ നല്ല കാര്യം ഉണ്ടാവും. കാരണം ഒരാളുടെ മനസ്സറിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്കൊരു നല്ലൊരു മോട്ടിവേറ്റർ ആകാൻ പറ്റുള്ളൂ. അപ്പം ഒരു സൈക്കോളജിസ്റ്റ് എന്തുകൊണ്ടും ബെറ്റർ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് ആണെന്ന് തീരുമാനിച്ചത്. ആസിം എങ്ങനെയാണ്, ഒത്തിരി സംസാരിക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരാളാണോ? അതായത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണോ? അതെ, ഉള്ളവരൊക്കെ ഇങ്ങനെ വളരെ സംസാരിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. ആസിം ഇപ്പം ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആസിമിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആസിം ഒരിക്കലും മറ്റുള്ളവരോട് പറയത്തോ അല്ലെങ്കിൽ അവരെ കൊണ്ട് തോന്നിപ്പിക്കത്തില്ല ആസിമിന് ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അത്രയും ആത്മവിശ്വാസത്തോടെയാണല്ലോ ആസിം മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ആസിം ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചത്? ഈ പരിമിതികളിൽ വെച്ചുകൊണ്ട് നേടിയത് ഇപ്പം ഞാൻ പെരിയാറ് നീന്തിക്കായിരുന്നു. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ ചോദിച്ചാൽ പറഞ്ഞ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ പുനർമുച്ചൽ വാദ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിൻ്റെ ഇൻസ്പയറിംഗ് ഇന്ത്യൻ അവാർഡ്, പിന്നെ അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഒത്തിരി പേർക്ക് പ്രചോദനമാകുമ്പോഴും ഈ നീന്തൽ എന്നൊരു അല്ലെങ്കിൽ സ്വിമ്മിങ് എന്നൊരു മേഖലയിലേക്ക് വരാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? അതിന് ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? എനിക്ക് നീന്തണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വയലിൽ പോകുന്ന സമയത്ത് ഞാനും പോകാറുണ്ടായിരുന്നു, ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ പോകുമ്പോൾ. അപ്പം അവർക്ക് നീന്താൻ അറിയാം, അവർക്ക് 2 കൈകളൊക്കെ ഉണ്ട്. അപ്പം അവർ നീന്തുന്ന സമയത്ത് എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എനിക്കും എന്തുകൊണ്ട് പറ്റൂലല്ലോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നീന്തുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ആ ആഗ്രഹം കൂടി വരുമ്പോൾ ഞാനത് ചാടാറുണ്ടായിരുന്നു. പക്ഷേ നീന്താൻ അറിയാത്തതുകൊണ്ട് ഒഴിച്ചു പോവും, അതിലും പിടിച്ച് രക്ഷിക്കും. അങ്ങനെ ആ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ നീന്തൽ പഠിപ്പിച്ച സജി വാദശീല അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോഴും നിനക്ക് നീന്താൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയാണ് ഞാൻ നീന്തലിലേക്ക് പെരിയാറിലേക്ക് വരുന്നത്. ആസിമിന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു മേഖലയിൽ മാത്രമല്ല, ഒരിക്കലും സ്വിമ്മിങ് മാത്രം അത് ഒതുങ്ങി പോകുന്നില്ല. ഒരുപാട് മേഖലകളിൽ ആസിം തൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് ആസിം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അതിനനുസരിച്ച് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തത് എന്നൊന്ന് പങ്കുവയ്ക്കുക. നോബൽ പ്രൈസ്, ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ്, അതെല്ലാ വർഷവും കൊടുക്കും. നെതർലാൻഡിലെ കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷനാണ് അതിൻ്റെ. മാർക്ക് ഡുള്ളറ്റാണ് അതിൻ്റെ ചെയർമാൻ.
അതിൻ്റെ മുഖ്യ രക്ഷാധികാരി ഡെസ്മോണ്ട് ടുട്ടു ആയിരുന്നു. ഇതിൻ്റെ അടുത്ത് മരിച്ചു. അതുപോലെ തവക്കുൽ കർമാൻ, ഇവരൊക്കെ അടങ്ങിയ ജഡ്ജിങ് പാനലാണ്. എല്ലാ വർഷവും അവർ, അതായത് 18 വയസ്സിന് താഴെയുള്ള ലോകത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ലോകത്തിലെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അവാർഡാണ്. അത് 3 ഫൈനലിസ്റ്റ്, 100 ചില്ലാൻ എൻട്രികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാവും. അതിൽ നിന്ന് 3 ഫൈനലിസ്റ്റുകളെ അവർ പ്രഖ്യാപിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു വിന്നർ അല്ലെങ്കിൽ 2 വിന്നറോ ആയിട്ട് അവർ തിരഞ്ഞെടുക്കും. അങ്ങനെ ഉള്ള അതിലാണ് 2013 മലാല യൂസഫ്സായി എന്ന് പറയുന്ന പെൺകുട്ടി കിട്ടിയത്. 2019 ഗ്രേറ്റ തെൻബർഗിനാണ് കിട്ടിയത്. 2021 പിന്നെ ഈ ചിൽഡ്രൻസ് പീസിൽ ആസിമിൻ്റെ നോമിനേഷനും പോയിരുന്നു. അങ്ങനെ അത് ജനറലാണ്, 18 ഭിന്നശേഷി കാറ്റഗറി അല്ല. അങ്ങനെ ഈ 169 നോമിനേഷൻ 39 രാജ്യങ്ങളിൽ നിന്ന് വന്നതിൽ നിന്ന് പിന്നെ അവർ 3 ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുത്തതിൽ ഒരാളായിരുന്നു ആസിം. അപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് UK-ക്കാരി ക്രിസ്റ്റീന അദാന എന്ന് പറയും. ആ പെൺകുട്ടി BBC-യുടെ 100 ഇൻഫ്ലുവൻസ് വുമൻസിൽ പെട്ട കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാറ്. പിന്നെ ഫസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരന്നെ ഡൽഹിയിലുള്ള നെബു വിഹാൻ എന്ന് പറയുന്ന സഹോദരങ്ങളാണ്. അതിൽ 3 പേരിൽ വിന്നർ കിട്ടിയത് ഇന്ത്യക്കാരെ ഡൽഹിയിലുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അവരെന്താ ചോദിച്ചാൽ എയർ പൊല്യൂഷൻ ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണ തോത് അത്രയും ഇതുള്ളതാണ്. അവിടെ ഒരു വേസ്റ്റുകൾ ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യുക, മരങ്ങൾ, അങ്ങനെയുള്ള. ആസിം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഞങ്ങളെപ്പോലെയുള്ളവരും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്കും തൊട്ടടുത്ത സ്കൂളുകൾ സൗകര്യം ഒരുക്കണം. ഞങ്ങൾ വീടുകളിൽ 4 ചുമരുകളിലല്ല പഠിക്കേണ്ടത്, സ്കൂളുകളിൽ തന്നെ പോയി ഞങ്ങൾ അത് സാധാ സ്കൂൾ എന്നുള്ള ആ തീമിൽ അവൻ സ്കൂളിനൊക്കെ LP UP ആക്കി UP ഹൈസ്കൂളാക്കാനൊക്കെ വേണ്ടി നടത്തിയ ആ സമരങ്ങളും ആ അധ്വാനങ്ങളും അതൊക്കെ പരിഗണിച്ചിട്ടാണ്. പക്ഷെ അന്ന് വന്ന ആസിമിനൊന്നൊരു മൈനസ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അവർ പറയില്ലല്ലോ, അതായത് അവർ അതിന് സമ്മാന തുക 1 ലക്ഷം യൂറോ ആണ്. 1 ലക്ഷം യൂറോ നമ്മുടെ ഒരു കോടിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അത് അവർ പറയുന്നത് സാധാരണ സമ്മാനം കിട്ടിയാൽ നമുക്ക് എടുക്കുക. പക്ഷെ അവർ പറയുന്നത് ഇത് കുട്ടിക്ക് കൊടുക്കില്ല, അവരുടെ പ്രൊജക്റ്റുകളിലോ NGOയിലോ നിക്ഷേപിക്കുന്ന. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്കറിയില്ലല്ലോ ഇതൊന്നും. അങ്ങനെ ആ ഒരു മൈനസ് അവിടെ, കാരണം അത്രയും വലിയ പൈസയാണല്ലോ. അങ്ങനെയാണ് ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ പ്രവർത്തനമായിട്ട്. കാരണം അതിൻ്റെ ഒരു കുറവ് വേണ്ട, അങ്ങനെയാണ്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കൊടുത്തിരുന്നു, പക്ഷേ ലാസ്റ്റ് 30 പെട്ടുള്ളൂ. കാരണം പുതുതായിട്ട് നമുക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റാത്ത, കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഇതിൽ കയറണമെങ്കിൽ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഏതായാലും ആ ഒരു ഇത് ലോകത്തിലെ 3-ൽ 1 കുട്ടിയായി എന്ന് രേഖപ്പെടുത്താൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് കാണുകയാണ്. ആസിം വെളിമണ്ണ ഫൗണ്ടേഷനെ കുറിച്ച് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? അപ്പോൾ ആസിം വെളിമണ്ണ ഫൗണ്ടേഷന് ഇപ്പോൾ നമ്മൾ 1.5 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പിന്നെ മിംസ് ഹോസ്പിറ്റൽ ആസിം വെളിമണ്ണ ഫൗണ്ടേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് 18 വയസ്സിന് താഴെയുള്ള അർഹതപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക്, 18 വയസ്സിന് ക്യാൻസറുള്ള ചൈൽഡ് ക്യാൻസറുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കാൻ അവർ 100ഓളം കുട്ടികൾക്ക് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും അർഹതപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്ര ആളുകളുണ്ടെങ്കിൽ അവരെയും നമ്മളൊക്കെ സമീപിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ KMCT ഹോസ്പിറ്റൽ മുക്കം, അവരും ഇതേപോലെ ആസിം വെളിമണ്ണ ഫൗണ്ടേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് 1 കോടി രൂപ 14 വയസ്സിന് താഴെയുള്ള ഭിന്നശേഷി, പാവപ്പെട്ട അർഹത ഭിന്നശേഷി കുട്ടികൾക്ക് അവിടെയുള്ള ചികിത്സകൾ തീർത്തും ഫൗണ്ടേഷനായി ചേർന്ന് സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് അവരും അറിയിച്ചിട്ടുണ്ട്. അതേപോലെ മലബാർ ഐ ഹോസ്പിറ്റൽ, അതുപോലെ പെരിന്തൽമണ്ണയുള്ള കാർഡിയോളജി ഹോസ്പിറ്റൽ, പിന്നെ ഈരാറ്റുപേട്ടുള്ള എമർജൻസി ഹോസ്പിറ്റൽ, ഇങ്ങനെ ഇവരൊക്കെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് സൗജന്യ നിരക്കും മറ്റ് ഡിസ്കൗണ്ട് നിരക്കിലൊക്കെ അവരും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തെരുവിലെ മക്കൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള അവരുമായി ചേർന്ന് കോഴിക്കോട് പാളയം സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ദിവസവും 100 പേർക്ക് പ്രാതൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ചില ദിവസമൊക്കെ മുടങ്ങിപ്പോകും, കാരണം ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്താലാണ് അത് നടക്കുക. ചിലപ്പോൾ ആരും സ്പോൺസർ, അതായത് 3500 റുപ്യാണ് 100 പൊതി കൊടുക്കും. ചില അത് വിശേഷ അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യും, ഒരു കല്യാണം അല്ലെ, അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. പിന്നെ മാസത്തിൽ ഇലക്ട്രിക് വീൽ ചെയർ 50,000 റുപ്യയോളം അടുത്ത് വരുന്ന ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അതിൽ 1 കൊടുത്തു, 2ാമത് കൊടുക്കാൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നതനുസരിച്ച് അത് ചെയ്യും. പിന്നെ 1 ലേക്ക് വളണ്ടിയർ എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ അവൻ്റെ ബിഗ് പ്രൊജക്റ്റ് ഇത്തരം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഭാവിയിൽ 10 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു സ്പോർട്സ് വില്ലേജ് ഉണ്ടാക്കുക, അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷ്യം, ഇതിൻ്റെ മോട്ടോ തന്നെ എംബ്രേസിങ് ദ ഇൻക്ലൂസീവ് എക്സലൻസ്. അതായത് അതിൻ്റെ ആശയം, ഞങ്ങളെപ്പോലെയുള്ളവരും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങളാരും നിസ്സാരമായി കാണുന്നത്, ഞങ്ങൾക്കും പലതും ചെയ്യാൻ കഴിയും, ഞങ്ങളെയും എംബ്രേസ് ചെയ്യണം, ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ ഇനി വലിയൊരു ലക്ഷ്യം ആ ഒരു സന്ദേശം ലോകത്തിന് കൈമാറാൻ വേണ്ടി എവറസ്റ്റ് സാധ്യമാകുന്നത്ര കയറണം എന്നുള്ള ഒരു സ്വപ്നത്തിനാണുള്ളത്.
ഒരുപാട് പേർക്ക് പ്രചോദനമായ, ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം പകരാൻ കഴിവുള്ള ആസിം എന്ന് പറയുന്ന മിടുക്കന്റെ വാപ്പ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു. ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് പറയുകയും അവനെ വളർത്താനായിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കുകയൊക്കെ ചെയ്തൊരു പിതാവിന്റെ മുൻപിൽ ഇരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി അഭിമാനം തോന്നുന്നു. ഒത്തിരി പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. ആസിമിനെ ഇനിയും ഒത്തിരി ഉയരങ്ങളിലെത്താൻ ആസിമിന് കഴിയട്ടെ. അതുപോലെ തന്നെ ആസിമിനോട് കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവനൊരു സപ്പോർട്ടായി നിൽക്കാൻ ആസിമിന്റെ വാപ്പയ്ക്കും കഴിയട്ടെ. ഒരുപാട് പ്രാർത്ഥനാശംസകൾ നൽകുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദി.